Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ നാട്ടുമാങ്ങ കൊണ്ട് തയ്യാറാക്കിയ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 നാടൻ മാമ്പഴം എടുത്തിട്ടുണ്ട്. മാമ്പഴമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞെട്ടിന്റെ ഭാഗം മുറിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാമ്പഴമൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് മാമ്പഴം വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും, അതായത് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് വേവിച്ചെടുക്കണം. മാമ്പഴം ഇതുപോലെ തന്നെ കുക്കറിലിട്ടും വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2 വിസിൽ മതിയാകും. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, അതായത് 1 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിന്റെ അളവിൽ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഒന്ന് അരഞ്ഞു വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് അരപ്പരച്ച മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിൽ വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പിന്റെ പച്ചപ്പൊക്കെ മാറി മാമ്പഴ പുളിശ്ശേരി ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുന്നുണ്ട്. അരപ്പ് കിടന്ന് തിളയ്ക്കേണ്ട കാര്യമില്ല. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം പുളിയുള്ള തൈര് വേണം ചേർക്കാനായിട്ട്. തൈരിന്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തൈരിന്റെ പുളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തൈരിന്റെ അളവ്. തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ചട്ടിക്ക് നല്ല ചൂട് കാണും. ചട്ടിയുടെ ചൂട് മതിയാകും. ചൂട് കൂടിയാൽ തൈര് പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് പതഞ്ഞു വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തൊന്ന് താളിച്ചെടുക്കാം. ഇനി കടുക് താളിച്ചത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല നാടൻ നാട്ടുമാങ്ങ കൊണ്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയിൽ അത്യാവശ്യം മധുരം വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.